ടി ജി, ബംഗാളിൽ പുതിയ പുതിയ വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട്. അതായത് അഭിഷേക് ബാനർജിയെ ജനക്കൂട്ടം ആക്രമിച്ചു, ചീമുട്ട എറിഞ്ഞു, പിന്നെ അതിൽ പിടിക്കപ്പെട്ടവർ തൃണമൂലാണെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ തൃണമൂലിൻ്റെ MLA തന്നെ അതിനെതിരെ സംസാരിക്കുന്നു. ഇപ്പോൾ ആ തൃണമൂലിൻ്റെ മീറ്റിങ്ങിൽ എല്ലാ MLA മാരും പങ്കെടുത്തില്ല എന്നുള്ള വാർത്തകൾ വരുന്നു. ഈ അഭിഷേക് തന്നെ നേരത്തെ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വി മുരളീധരൻ ഉൾപ്പെടെ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ അവിടെ പോയപ്പോൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. JP നദ്ദ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല കേന്ദ്രമന്ത്രിമാരും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അഭിഷേക് ബാനർജി തന്നെ പലപ്പോഴും വളരെ ഭീഷണി സ്വരത്തിലാണ് സംസാരിച്ചിരുന്നത്. 4-ാം തീയതി കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടോളാം എന്നുള്ള രീതിയിൽ. അന്ന് JP നദ്ദയ്ക്ക് ഇത് പറ്റിയ സമയത്ത് വണ്ടി പോകുന്ന വഴിക്ക് കുഴി വീണാൽ ഞാൻ അതിനകത്ത് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ജനക്കൂട്ടത്തിൻ്റെ രോഷത്തിന് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിൽ വളരെ രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. ഇപ്പോൾ കർമ്മ തിരിച്ചടിക്കുകയാണ്. അല്ല, കർമ്മയല്ല തിരിച്ചടിക്കുന്നത്. പൊതുജനങ്ങളും അതിനകത്ത് BJP പ്രവർത്തകരുമുണ്ട്, അവരാണ് തിരിച്ചടിക്കുന്നത്. അതൊരു നല്ല കാര്യവുമല്ല. എത്രയോ വർഷമായിട്ട് ബംഗാൾ രാഷ്ട്രീയം ഒരു ഗുണ്ടാ രാഷ്ട്രീയമാണ്. അത് അവസാനിപ്പിക്കണ്ടേ. നമ്മൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു വയസ്സായ സ്ത്രീ എനിക്ക് ശാന്തി വേണം. അപ്പോൾ ശാന്തിക്ക് വേണ്ടിയിട്ടുള്ള വോട്ടാണ്. അപ്പോൾ അതിൽ പേഴ്സണൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയൊക്കെ ഉപദ്രവം ചെയ്ത ആളിനെ കാണുമ്പോൾ 2 പുട്ടിയിൽ കൊടുക്കണം എന്നൊരു തോന്നലുണ്ടാവും. അത് സ്വാഭാവികമാണ്. പക്ഷേ അതിൽ നിന്ന് അയാളെ മാറ്റിക്കൊണ്ട് പോകേണ്ടത് പോലീസിൻ്റെ ജോലിയാണ്. അതേസമയം പോലീസ് അടി കൊടുക്കാതെ മാതൃകാപരമായിട്ട് ഗുണ്ടകളെ കൈകാര്യം ചെയ്തു. 3-4 പേരെ, അവരുടെ മുസ്ലിം പേരുകളാണ്, അതിൻ്റെ പേര് ഞാൻ ഓർത്ത് വെച്ചില്ല. ബർമുഡ മാത്രം ഇട്ട്, ബർമുഡയും ഒരു ബനിയനും ഉണ്ട്, നമ്മുടെ കൈയുള്ള ബനിയൻ, ഇത് മാത്രമിട്ട് റോഡിലൂടെ നടത്തിക്കൊണ്ടുപോയി സ്റ്റേഷനിലേക്ക്. നടത്തിക്കൊണ്ട് പോവുക മാത്രമല്ല, അരയിലൊരു കയറ് കെട്ടി അതിൻ്റെ അറ്റം പോലീസുകാരൻ പിടിച്ചിരിക്കുന്നു. എന്നിട്ട് ഇയാൾ നടക്കുന്നു. അപ്പോൾ അവിടുത്തെ കയറെന്ന് പറഞ്ഞാൽ ചണം കൊണ്ടുള്ള കയറാണല്ല, നമ്മുടെ കയറിനേക്കാൾ കുറച്ച് സോഫ്റ്റാണ്. പക്ഷേ നമ്മുടെ പശുക്കയറിൻ്റെ വണ്ണമുണ്ട് ആ കയറിന്. അപ്പോൾ അത് മനഃപൂർവ്വം കെട്ടിയിരിക്കുന്നതാണ്. എന്നിട്ട് ഇവർ തലയും താഴ്ത്തി നടക്കുന്നു. 2 വശത്തും ജനങ്ങൾ നോക്കി നിൽക്കുന്നു അമ്പരപ്പോടെ. ഇവരുടെ അഡയിൽ പോയി പിടിച്ചിട്ട് ഷർട്ടും പാൻറ്റും അഴിച്ച്, ചിലർക്ക് അണ്ടർവെയർ ആയിരുന്നു, ചെറിയ അണ്ടർവെയർ ആയിരുന്നു, അവർക്ക് ബർമുഡ കൊടുത്ത്, ചെറിയ അണ്ടർവെയർ മോശമല്ലേ, അതൊരു മനുഷ്യാവകാശ ലംഘനമായിട്ട് വരും. അപ്പോൾ ബർമുഡയും ബനിയനും കൊടുത്തിട്ട് അത് ഇടിയിച്ച് നടത്തിക്കൊണ്ടുപോയി മാതൃകാപരമായിട്ട്. അപ്പോൾ ജനങ്ങൾക്ക് വലിയ സന്തോഷം, ആശ്വാസം. ഇത്രയും ഗുണ്ടകൾ, കുറഞ്ഞത് 4 ഗുണ്ടകളെ 4 പ്രദേശത്ത് നിന്ന് 4 ഇതുപോലെ പോലീസ് കാണിച്ചു. അതിൻ്റെ വീഡിയോയും പുറത്തു വിട്ടു. അതിപ്പോൾ വലിയ ആഘോഷമാണ്. ഇത് പോലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലെജിറ്റിമേറ്റ് ആയ കാര്യമാണ്. ഇത് തന്നെ പോലീസിന് ചെയ്യാമോ, നാളെ കോടതി ചിലപ്പോൾ വേണ്ടാത്തതൊക്കെ പറഞ്ഞു എന്നൊക്കെ വരും. ബട്ട് സ്റ്റിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നില്ല. അരയിലൊരു കയറ് കെട്ടി, പിന്നെ നഗ്നനാക്കിയോ എന്ന് ചോദിച്ചാൽ നഗ്നനാക്കിയില്ല. ഈ വേഷത്തിൽ നമ്മുടെ ഇവിടെ എറണാകുളത്തുമൊക്കെ ആൾക്കാർ നടപ്പില്ലേ, ഒരു ടീഷർട്ടും ബർമുഡയുമായിട്ട് എത്രയോ പേര് നടക്കുന്നു. ഈ ടീഷർട്ടിന് പകരം ബനിയൻ. ബട്ട് ദേഹോപദ്രവമില്ല. അപ്പോൾ ദേഹോപദ്രവം ചെയ്യാതെ നോക്കേണ്ടത് പോലീസിൻ്റെ ചുമതലയാണ്.